ഇംഗ്ലീഷ്, ഹിന്ദി പോലുള്ള ലാംഗ്വേജുകൾ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യണം. ഇത്തരം സ്റ്റഡി അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തു. എന്ന് നിങ്ങൾ ആദ്യം 2 കാര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി പോലുള്ള ലാംഗ്വേജുകൾ ടഫ് ആണെങ്കിൽ യെസ് എന്നും, വേറെ ഏതെങ്കിലും സബ്ജക്റ്റാണ് ടഫ് എങ്കിൽ ആ ടഫായിട്ടുള്ള സബ്ജക്റ്റിൻ്റെ പേര് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഇംഗ്ലീഷ്, ഹിന്ദി പോലുള്ള ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഓരോ യൂണിറ്റിൻ്റെയും സമ്മറി നിങ്ങൾ സെറ്റാക്കി വെക്കണം. അത് നിങ്ങൾക്ക് ChatGPT, Gemini, Perplexity അങ്ങനത്തെ ഒരുപാട് AI സോഫ്റ്റ്വെയർ ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ യൂണിറ്റിൻ്റെയും സമ്മറി നിങ്ങൾ സെറ്റാക്കിയിട്ട് ആ യൂണിറ്റിലെ മെയിൻ കണ്ടന്റ് നിങ്ങൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമതായി ഡിസ്കോഴ്സസ് ഉണ്ടാവില്ലേ, ലെറ്റർ, ഡയറി, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. ഇതിനൊക്കെ ഫോർമാറ്റ് പഠിച്ചു വെക്കുക. ലെറ്റർ ആണെങ്കിലും ഡയറി ആണെങ്കിലും പോസ്റ്റർ ആണെങ്കിലും നോട്ടീസ് ആണെങ്കിലും ഇതിൻ്റെയൊക്കെ ഫോർമാറ്റുകൾ കറക്റ്റ് പഠിച്ചു വെക്കുകയും ആ ഫോർമാറ്റിനുള്ളിലേക്കുള്ള കണ്ടന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ ചാപ്റ്റർ അനലൈസ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഓരോ ഡിസ്കോഴ്സസിൻ്റെയും ഫോർമാറ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഡയറി എങ്ങനെയാണ് എഴുതുക, ലെറ്റർ എങ്ങനെയാണ് എഴുതുക, പോസ്റ്റർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ആ കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതിലേക്കുള്ള ഉള്ളിലുള്ള കണ്ടന്റ് നിങ്ങൾ ഓൾറെഡി സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് സെറ്റ് ആകും. സോ ഫോർമാറ്റുകൾ പഠിച്ചു വെക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമതായിട്ട് ഗ്രാമർ സെഷനിൽ നിന്ന് വലിയൊരു മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഗ്രാമർ നമുക്ക് പഠിക്കാൻ പറ്റുക അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രം. നമ്മൾ നല്ല എഫേർട്ട് ഇട്ടിട്ട് ഗ്രാമറിന് വേണ്ടി ഒരു പ്രത്യേക സമയം മാറ്റി വെക്കുക. എസ്പെഷ്യലി ഇംഗ്ലീഷ് ഗ്രാമറിൽ പല കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ മാർക്ക് നഷ്ടപ്പെടുന്നത് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പോർഷനിലൂടെയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിന് വേണ്ടി കുറച്ചധികം സമയം മാറ്റി വെക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഗ്രാമർ പഠിക്കാനുള്ള ഏറ്റവും ഈസിയുള്ള ടെക്നിക്ക് നമ്മൾ മാക്സിമം ആ ഗ്രാമറിൽ പറയുന്ന കാര്യങ്ങൾ, അതിലെ പ്രോബ്ലംസ് അല്ലെങ്കിൽ അതിലെ ചോദ്യങ്ങൾ, അതിലെ രീതികൾ മാക്സിമം നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ള ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ലാംഗ്വേജസ് കുറേയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെറ്റാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ട് വൊക്കാബുലറീസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കുക. അല്ലേ, പലപ്പോഴും ഇംഗ്ലീഷ് ഹിന്ദിയിലൊക്കെ പ്രശ്നം ചില വാക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാനുള്ള വേർഡ്സ് അല്ലെങ്കിൽ വാക്കുകൾ കിട്ടാത്തൊരവസ്ഥ വരുന്നതാണ്. അപ്പോൾ അത് മറികടക്കാനായിട്ട് വായന വർദ്ധിപ്പിക്കുക. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിന് കൂടെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഹിന്ദി ലാംഗ്വേജിലൊക്കെയുള്ള വേറെ പല ബുക്കുകളും വായിച്ചിട്ട് നിങ്ങളുടെ വൊക്കാബുലറീസ് നിങ്ങൾ എന്ത് ചെയ്യാം, വളർത്താൻ ശ്രമിക്കുക. ഈ രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഈസി ആയിട്ട് പഠിക്കാം.